ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സച്ചു ആൻഡ് സച്ചുബി. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ക്രിസ്പി ചിക്കൻ ബർഗർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കുന്നതാണ് തൈ പീസസ്, ചിക്കൻ തൈ പീസസ്. ബിക്കോസ് അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും മോർ ദാൻ ബ്രസ്റ്റ് പീസസ്. ബ്രസ്റ്റ് പീസസ് വന്നിട്ട് ഭയങ്കര ചൂയും ഹാർഡും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തൈ പീസസ് ഉപയോഗിക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മാരിനേഷനുകൾ നോക്കാം കേട്ടോ. 3, 2, 1. പിന്നെ നമുക്ക് കുറച്ച് മസ്റ്റർഡ് പേസ്റ്റും കൂടി ഇടാം. അങ്ങനെ മസ്റ്റർഡ് പേസ്റ്റും കൂടി ഇടാം. ഇനി നമുക്ക് കുറച്ച് ഗാർലിക് പൗഡർ ഇടാം. ഇനി നമുക്ക് ചില്ലി പൗഡർ ഇടാം. കുറച്ച് അധികം ഇട്ടേക്കാം, ബിക്കോസ് അത് കുറച്ച് കളറും തരും. പിന്നെ അത്രയ്ക്കൊന്നും സ്പൈസും ഇല്ല. പിന്നെ നമുക്ക് പെരി പെരി പൗഡർ ഇടാം. പിന്നെ നമുക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ. ഓക്കെ, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഗൈസ്, എന്നാലേ മസാല അതിൽ പിടിക്കുള്ളൂ. ഇനി നമുക്ക് അതിനെ മാരിനേഷൻ ചെയ്യാൻ വയ്ക്കാം ഫോർ 30 minutes. ഇനി നമുക്ക് ഉണ്ടാക്കാം ബട്ടർ മിൽക്ക് ബാറ്റർ. ഓക്കെ ഗൈസ്, ബട്ടർ മിൽക്കിന് എന്താ ഇടണ്ടേ വെച്ചാൽ നമുക്ക് മൈദ ഇടാം കുറച്ച്. ഇനി മൈദ കുറച്ചിട്ടൊക്കെ പിന്നെ ഇടാൻ പോണതാണ് നമുക്ക് ഗാർലിക് പൗഡർ ഇട്ടേക്കാം. എല്ലാം പുറത്താ പോണേ. ഈ സൈഡോട്ട് ഇട്ടേക്കാം. അതിനോട്ട് പെരി പെരി പൗഡർ, കശ്മീരി റെഡ് ചില്ലി, കോൺ സ്റ്റാർച്ച്, മാമ, ബേക്കിംഗ് പൗഡർ ഇത്ര വേണ്ട, ബേക്കിംഗ് പൗഡർ, വിസ്ക് എടുത്തേക്കാം. പണ്ടത്തെ അമ്മമാർ ചെയ്യണ മാതിരി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറായില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ പൗഡർ തയ്യാറാക്കാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുകയാണ് മൈദ, ഫ്ലവർ, പെരി പെരി പൗഡർ, സോൾട്ട് ഒക്കെ എടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വന്നിട്ട് ഒരു നമ്മളുടെ എന്താ പറയാ ചിക്കൻ സിംഗർ ബർഗറിന് വേണ്ടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കാൻ കേട്ടോ. അല്ല മിക്സ് പറഞ്ഞ ഡ്രൈ മിക്സ് ലൈക്ക് മദർ സൈഡ് ഐ നോ ഇറ്റ്. ഇനി നമുക്ക് പെരി പെരി എന്താ അത് സോൾട്ട് മൈ ഡിയർ. അയ്യ അത്രയൊന്നും വേണ്ട, കുറച്ചിട്ടാ മതി. ഓൾറെഡി ചിക്കനിൽ നിറയെ സോൾട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാനിൽ വന്നിട്ട് എണ്ണ ഒഴിച്ച് വിടാം ഗൈസ്. കുറച്ച് അധികം ഒഴിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ വെറ്റ് മിക്സ്, then we go to dry mix. പിന്നെ നമുക്ക് ഡ്രൈ മിക്സ് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വെറ്റ് മിക്സ്. പിന്നെ നമുക്ക് ഡ്രൈ മിക്സ് ചെയ്യാം. പാറ്റ് ചെയ്ത് വിടാം, ബിക്കോസ് ആ ക്രംസ് ഒക്കെ വരണ്ട, അതുകൊണ്ട് അത് വേണ്ടിയിട്ട് പാറ്റ് ചെയ്ത് വിടാം. ക്രംസ് വരുമെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ ഗൈസ്, വരുന്നുണ്ട്, കുറച്ചായിട്ട് വരുന്നുണ്ട്. കണ്ടോ, യു സീ ദാറ്റ്. നമുക്ക് അതിനെ ഫ്രൈ ചെയ്യാൻ വിടാം. ഫ്രൈ ചെയ്യാച്ചില്ല ഗൈസ്, അതാവട്ടെ. അതുവരെയും ഇതാവണ വരയ്ക്കും അടുത്ത ചിക്കൻ പ്രിപ്പറേഷൻ ചെയ്യാം.
വെറ്റ് മിക്സ്, ഡ്രൈ മിക്സ്. ഇപ്പൊ തന്നെ ചിക്കൻ ക്രംസ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അറിയില്ല. ബിക്കോസ് ഇപ്പൊ തന്നെ കണ്ടോ ഗൈസ്, നമ്മളുടെ ചിക്കൻ ക്രംസ് ഒക്കെ ഒരുവിധം ആയിട്ടുണ്ട്. മതിയില്ലേ? ഇനി വെറ്റ് മിക്സും ഡ്രൈ മിക്സും കൂടി ചെയ്താ വേണ്ട, 2 പ്രാവശ്യം ചെയ്തോ. കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് ക്രംസ്, നമുക്ക് ഈ ചിക്കൻ മറിച്ചിടാം ഗൈസ്. ചിക്കൻ ഒരുവിധം ഉണ്ട്, പക്ഷെ അപ്പുറ സൈഡ് കൂടെ ആയാൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് സിറാച്ച സോസ് ഇടാം. സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് മേയോ അല്ല മേയോ അല്ല, ചിക്കൻ ഇടാം. ഓക്കെ, stop. Cheese, mayonnaise, clove. Next burger. അത് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്, ആക്കേണ്ട ആവശ്യമില്ല. Close. കട്ട് ചെയ്യണോ? ആരെങ്കിലും ബർഗർ കട്ട് ചെയ്യോ? ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? കഴിക്കും. വേണ്ട ഗൈസ്, ചിക്കൻ്റെ മീറ്റ് നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ കുറച്ച് ഡ്രൈ ആണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ചിക്കൻ കുറച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത കാണാം ഗൈസ്, ബൈ.